വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഗോ കാർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു വാഹനമുണ്ട്. അതൊരു ചെറിയൊരു റേസിംഗ് കൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ പോകുന്നത് അതിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ. അപ്പോൾ ആ വാഹനത്തിന് ഗോ കാർട്ട് എന്ന് പറയുന്നത് അത് 2 സ്ട്രോക്ക് എഞ്ചിനാണ് അതിൽ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയൊരു വാഹനമാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അതായത് ആർക്ക് വേണമെങ്കിലും ആ ഒരു റേസിങ്ങിൽ പങ്കെടുക്കുക, അത്തരം വാഹനങ്ങൾ ആർക്ക് വേണമെങ്കിലും ഡ്രൈവ് ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ വിചാരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു കൺസെപ്റ്റാണ്. ഇത്തരം വാഹനങ്ങൾ നമുക്ക് വീട്ടിൽ നിർമ്മിക്കുക. ഇപ്പോൾ വീട്ടിൽ പഴയ ഹോണ്ടൻ്റെ സ്കൂട്ടറോ അല്ലെങ്കിൽ ബൈക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ചെറിയ വാഹനങ്ങൾ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഇതിനധികം അധികം കൂടുതൽ ചിലവൊന്നുമില്ല. ചെറിയൊരു വാഹനമാണ്, 4 ചക്രമുണ്ട്, അതിന് റിയറിലൊരു ആക്സിൽ. ഇപ്പോൾ മരം മുറിക്കുന്ന മെഷീൻ എടുത്തിട്ട് അതിൻ്റെ മരം മുറിക്കുന്ന ചെയിന് ശരിക്കും ആക്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ഉണ്ട് ഈ വാഹനം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മസ്രത്തിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു അവിടെ, ഒരു ഇറ്റലിക്കാരൻ ട്രെയിനർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരു വർക്ക്ഷോപ്പുണ്ട് ചെറിയ. അദ്ദേഹത്തിന് ലീവുള്ള സമയത്ത് ഫ്രീ ടൈമിലൊക്കെ അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും ഫ്രീ ടൈമിൽ. അപ്പോൾ അദ്ദേഹം അങ്ങനെ 1-2 വാഹനങ്ങൾ ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കിയിട്ട് റോട്ടിൽ കൂടെ അങ്ങനെ ടെസ്റ്റ് ചെയ്യും, സംഭവങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇത് എത്ര വർഷം മുന്നേ, 10-50 വർഷം മുന്നേ ഈ യൂറോപ്പിലൊക്കെ ഇതിൻ്റെ പരിപാടി ആൾക്കാർക്ക്. അപ്പോൾ നമ്മളെ നാട്ടിലെത്തിയിട്ട് ഒരു 5 വർഷമായിട്ടുള്ളൂ ഇങ്ങനെ വീട്ടിൽ വാഹനങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ച് കാലമായിട്ടുള്ളൂ നമ്മളെ നാട്ടിലെത്തിയിട്ട്. എത്ര വർഷം മുന്നേ യൂറോപ്പും അമേരിക്കയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടിൽ ശരിക്കും ഇത് സപ്പോർട്ട് ചെയ്യുക ആൾക്കാരില്ലാത്തതിനെ കൊണ്ടാണ് ഇത് ശരിക്കും സക്സസ് ആവാത്തത്. ഇപ്പോഴും എൻ്റെ വീട്ടിലൊന്നും ആൾക്കാർക്ക് തീരെ സപ്പോർട്ടില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആൾക്കാർ കുറ്റം പറയലും ഉള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കാൻ ഇൻട്രസ്റ്റുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ഐഡിയകൾ കൊടുക്കുക. അപ്പം വീട്ടിൽ കിടക്കാൻ നേരം ഈ ഒരു വാഹനം കാണാം. അപ്പോൾ ആർക്കെങ്കിലും ഈ വാഹനം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഒരു വാഹനമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഓടിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനസ്സിനൊരു ഹാപ്പിനെസ് കിട്ടും ചില ആൾക്കാർക്ക്. ഇപ്പോൾ വീട്ടിൽ കിടക്കാം. ഇതാണ് ഈ ഗോ കാർട്ട് എന്ന് പറയുന്ന സംഭവം കേട്ടോ. അപ്പോൾ അവിടെ കുറേ വാഹനങ്ങൾ കാണാം. ഇതിന് ഒരു ട്രാക്ക് ഉണ്ട്, ആ ട്രാക്കിലാണ് ഈ വാഹനം ഓടിക്കുക. കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും ഈ ട്രാക്ക്. അപ്പോൾ കുറേ വാഹനം ഓടിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. അത് ദുബായിലെ ഓട്ടോഡ്രമ്മിൻ്റെ അടുത്തുള്ള ഗോ കാർട്ടിൻ്റെ സെൻ്ററാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ ഇപ്പോൾ എടുത്ത് പരിചയപ്പെടാം. ഇതിന് 4 ചക്രമുള്ളത്, ചെറിയ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. അതുപോലെ ഇവിടെ അതിൻ്റെ ബ്രേക്കും ഈ സൈഡിൽ അതിൻ്റെ ആക്സിലേറ്ററുള്ളത്. ഗിയറൊന്നുമില്ല ഈ ഒരു വാഹനത്തിന്. ചെറിയൊരു എഞ്ചിനൊക്കെ ഉള്ളത്. ഈ കാണുന്ന ഇതിൻ്റെ ആക്സിലേറ്ററാണ്. അതുപോലെ അതിന് സസ്പെൻഷൻ സംഭവങ്ങളൊന്നുമില്ല. സീറ്റ് ഉണ്ട് ഇവിടെ, വേറെ ഫ്യൂവൽ ഒഴിക്കുന്ന ടാങ്ക്. അതേപോലെ ഇതിന് ഓയിൽ വേണം ഈ ഒരു എഞ്ചിനിലേക്ക്. പെട്രോളിൻ്റെ അപ്പുറം ഓയിൽ മിക്സ് ചെയ്യുന്നത് 2 സ്ട്രോക്ക് എഞ്ചിനാണ്. അതുപോലെ അതിൻ്റെ സ്റ്റെയറിംഗ് വീൽ ഇവിടെ കാണാം. സ്റ്റെയറിംഗ് വീലിൽ ചെറിയൊരു ലിങ്കേജ് മെക്കാനിക്സാണ്, വേറെ ഒന്നുമില്ല. സീറ്റിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു എഞ്ചിൻ ഉണ്ട്, 2 സ്ട്രോക്ക് എഞ്ചിനാണ്. എത്ര CC ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അതേപോലെ തന്നെ അതിൻ്റെ എഞ്ചിന് സംഭവങ്ങളൊക്കെ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇവിടെ അതിൻ്റെ ആ ഒരു ചെറിയൊരു എഞ്ചിൻ കാണാം, 2 സ്ട്രോക്ക് എഞ്ചിനാണ്. അതേപോലെ തന്നെ അത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഇവിടെ അതിൻ്റെ എയർ ഫിൽറ്റർ, അതേപോലെ കാർബറേറ്റർ കാണാം. ആ കാർബറേറ്ററിൻ്റെ മേലെ കൂടെ ഒരു ആക്സിലേറ്ററിൻ്റെ കേബിൾ പോകുന്നുണ്ട്. നമ്മളെ ബുള്ളറ്റിനൊക്കെ വരുന്ന പോലത്തെ ഒരു ചെറിയ കാർബറേറ്ററാണ്. അവിടെ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഈ എഞ്ചിനെ തണുപ്പിക്കുന്നത് ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ്. അതിന് ചെറിയ റേഡിയേറ്ററൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലുള്ള ഒട്ടുമിക്ക ബൈക്കുകളും വരുന്ന എയർ കൂൾഡാണ്. അപ്പോൾ അത് എയർ കൂൾഡ് എഞ്ചിനല്ല, അത് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തണുപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നുകൂടി എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ്. അതിന് സൈലൻസർ, ഇതിൻ്റെ ഇഗ്നീഷൻ കോയിൽ, അതേപോലെ സ്പാർക്ക് പ്ലഗിലേക്ക് വരുന്ന കേബിൾ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. എക്സോസ്റ്റാണ് കാണുന്നത്. എക്സോസ്റ്റിന് ലേശം വലുപ്പം കൂടുതലുണ്ട്. ഇതിന് ലൗഡ് സൗണ്ടാണ്. ആ സൗണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലേശം ലെങ്ത്തുള്ള എക്സോസ്റ്റ് പൈപ്പൊക്കെ ഉണ്ട്. ഇതിപ്പോൾ മരം മുറിക്കുന്ന മിഷീൻ്റെ ആ ചെയിനുണ്ട്. ആ ചെയിൻ എടുത്ത് ആക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താവും അതേപോലെയാണ് ഇതിൻ്റെ ഡ്രൈവ് ലൈൻ സിസ്റ്റം ഉള്ളത്. ഇതിൻ്റെ അകത്തൊരു സെൻട്രിഫ്യൂഗൽ ക്ലച്ച് മെക്കാനിക്സ് ഒക്കെ ഉണ്ട്. ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഈ ക്ലച്ച് എൻഗേജ് ആവുകയാണ് ഈ വാഹനം മുന്നോട്ട് പോവുക ചെയ്യുന്നത്. ഇതിന് ഡിഫറൻഷ്യലൊന്നുമില്ല. ഈ സൈഡിൽ ഇതിൻ്റെ കുറച്ച് ഇലക്ട്രോണിക്സ് ഓൺ ഓഫ് ഒക്കെ ഉള്ള സ്വിച്ച്, ഇതിൻ്റെ മൊഡ്യൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ടയർ ഇതിൻ്റെ ഉള്ളിലേക്കുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കും നിർമ്മിക്കാം. റിയറിൽ നീളത്തിലുള്ള ആക്സിലും അതിൻ്റെ ആക്സിലിലെ 2 എൻഡിൽ 2 ബെയറിങ്, ഒരു ഡിസ്ക് ബ്രേക്ക്, ഇത്രയും സംഭവങ്ങളുള്ളതിൽ ഈ കാണുന്ന വാഹനത്തിൽ. ഇത് റെൻറ്റിനാട്ടോ ഓടുന്നത്. ഫുള്ള് റെൻറ്റ് നമുക്ക് ഓടിക്കുക ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ. അതേപോലെ നമുക്ക് സ്കോറൊക്കെ ഇതിൽ കാണിക്കും, സ്കോർ ബോർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു സ്റ്റെയറിംഗ് വീല്, ചെറിയൊരു സംഭവമാണ്. നമുക്ക് ഏതെങ്കിലും ബൈക്കിൻ്റെ എഞ്ചിനെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഈസിയായിട്ട് നിർമ്മിക്കുക. അതിന് സസ്പെൻഷൻ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ നെക്കിളൊക്കെ കൂടെ കാണാം. ഒരു ടൈറോഡൻറ്റും ഒരു വീൽ ബെയറിങ് സംഭവങ്ങൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. സസ്പെൻഷൻ്റെ സംഭവങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളാണിത്.
വേറൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്, ഒന്നുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള അതിൻ്റെ കേസൊക്കെ ഓപ്പൺ ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റ് കാണാം അതിൻ്റെ ആ ഡ്രൈവ് ലൈൻ സിസ്റ്റവും ഇതെങ്ങനെയാണ് ഇതിൻ്റെ ചെയിനിൻ്റെ കണക്ഷൻ, ഇതിൻ്റെ ബ്രേക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ കറക്റ്റ് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഫുള്ള് വീഡിയോ ഉണ്ട് വേറൊരു വാഹനത്തിൻ്റെ. അത് വേറൊരു ടൈപ്പ് വാഹനമാണ്. ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു ബോഡീൻ്റെ ഈ ഒരു ഫൈബർ കേസിംഗ് ഒന്നും ഇല്ലാതെ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഈ വാഹനത്തിൻ്റെ ആ ഒരു ബ്രേക്ക് സിസ്റ്റം, അതേപോലെ അതിൻ്റെ ഈ ഒരു എൻജിൻ്റെ ആ ഒരു ഫിക്സിങ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കുക അതേപോലത്തെ ചെറിയ വാഹനങ്ങളൊക്കെ. അതേപോലെ ഇവിടെ കുറച്ച് ആൾക്കാർ ഈ ഒരു ഡ്രൈവിന് പോകാൻ പോകുന്നുണ്ട്. നമുക്ക് ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചേട്ടന്മാർ ഭയങ്കര വണ്ടി മറ്റു ജാഗ്രതകളും തീരട്ടെ. ചില വണ്ടിക്ക് അഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ, അതുപോലെ അഡ്രസ്റ്റ് സീറ്റ് ബെൽറ്റൊക്കെ കിട്ടും. മോഡേൺ സീറ്റ് ബെൽറ്റൊന്നും ഇല്ല. നമ്മുടെ നെബറാണ് ചോദിച്ചത്.